ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ നല്ലൊരു അടിപൊളി മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിന്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. വീഡിയോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് എഴുതുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ദാ വൈകുന്നേരം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദാ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷെയ്ഡിലേക്ക് വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നനക്കാനുണ്ടായിരുന്നു. അങ്ങനെ മുറ്റടിക്കലും ചെടി നനക്കലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അല്ലെങ്കിലും വൈകുന്നേര സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീലായിരിക്കും ഉണ്ടാവുക. നമ്മളെ മുറ്റത്ത് തന്നെയാണ്, പക്ഷേങ്കിൽ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും സായാഹ്നമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കാര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ കുട്ടികളും അപ്പുറത്തുനിന്ന് സൈഡിൽ കളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നോറയില്ലേ, നമ്മളെ ക്യാറ്റ്, അതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ അവരും എല്ലാവരും കൂടിയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതാ രാത്രിയിൽ നേരത്തെ പറഞ്ഞില്ലേ മീൻ പൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാഴ ഇലയും കൂടെ വാഴ ഇലയില്ലേ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മീൻ പൊള്ളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മീനിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അങ്ങനെയാകുമ്പോൾ അറിയാത്തവർക്ക് കൂടെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ദാ ഈ ഒരു മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു കൂട് വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളില്ലേ അതിൽ നിന്ന് 2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലയില്ലേ അത് നമ്മൾ മീനിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കുറച്ച് നേരം മുന്നേ മസാല തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ. അത് ചിക്കൻ ആയാലും മീനായാലും നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറേ മുന്നേ മസാല തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തരം മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഫസ്റ്റ് കോട്ടിംഗ് മസാല ഞാൻ ഈ ഒരു മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ വരെ ഈ ഒരു മീനിൽ നല്ലോണം ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കണം. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്താലും മതി. അപ്പോൾ ദാ ഞാൻ നമ്മളെ രണ്ടാമത്തെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ ഈ ഒരു മസാല. അപ്പോൾ ദാ ഞാൻ നമ്മളെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉള്ളിയും തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു വലിയ തക്കാളി പഴുത്ത തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ചായിട്ട് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ഇഷ്ടമാവും. അപ്പോൾ ദാ നമ്മുടെ മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് മുഴുവൻ മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ മീൻ അത്
കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴയില നന്നായിട്ട് വാട്ടിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗ്രീൻ മസാല ഇല്ലേ, പച്ച മസാല, അത് ഈ മീനിൻ്റെ മേലെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാല മൊത്തത്തിൽ ഞാൻ ഈ ഒരു മീനിൻ്റെ അപ്പുറത്തിപ്പുറത്തായിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രമില്ലേ, അതിലേക്ക് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ചെറിയുള്ളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് പരക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം എന്താ മീനിൻ്റെ ചുറ്റുഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ മീൻ പൊള്ളിക്കുകയെന്നുണ്ടെങ്കിൽ. പിന്നെ അത് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അധികം നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വാഴയില മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വാഴനാര് വെച്ച് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പറ്റാത്തത് കൊണ്ട് അച്ഛയ്ക്കാന്നതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നേരെ നമ്മളെ ഗ്രിൽ പാനില്ലേ അതിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പാനില്ലേ അതിൽ വെച്ച് കൊടുത്താലും മതി. ഇതാകുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് അങ്ങനെ നിന്നോളൂ കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ രാത്രി വന്നിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതുവരെ ഈ ഒരു മസാല മീനിലേക്ക് നല്ലോണം ഒന്ന് പിടിച്ച് വരട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുട്ടമാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് പോലും ഫ്ലോപ്പ് ആവാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുട്ടമാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുനോക്കണേ. അങ്ങനെ ദാ എൻ്റെ മുട്ടമാല ഉണ്ടാക്കലും ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്നിട്ടാ. അപ്പോൾ ദാ എൻ്റെ അടുത്ത് നോറ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നിസ്കാരം വിട്ടൊരു കളിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. കല്യാണമായാലും സൽക്കാരമായാലും മറ്റെന്ത് തിരക്ക് തന്നെ ആയിക്കഴിഞ്ഞാലും നമസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലല്ല. പിന്നെ അത് മാത്രമല്ല മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പറ്റാവുന്നവരൊക്കെ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാവരും ചെയ്യുന്ന തന്നെയായിരിക്കും. ഇവളാരെ വലിയ പറയാനൊന്നും ആരും വിചാരിക്കൊന്നും വേണ്ട. എന്നാലും ചെയ്യാത്തവരുണ്ടല്ലോ, ചെയ്യാത്തവരുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് കുറച്ചൊരു മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമ്മൾ യാസീന്, തബാറ, അതേപോലെ തന്നെ വാക്കിയ സൂറത്ത് ഓതാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും മക്കളിലും ഒക്കെ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ദാ എൻ്റെ മഗ്‌രിബ് നിസ്കാരവും ഖുർആൻ ഓതലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നാളെ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ദാ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ മീൻ പൊള്ളിച്ചതില്ലേ അതിലേക്ക് വേണ്ടിയിട്ട് ആട്ട പൊറോട്ട വാങ്ങാൻ നിന്നിട്ടാ വിചാരിക്കുന്നത്. അപ്പോൾ ദാ നമ്മളെ ടൗണിൽ നല്ലൊരു അടിപൊളി ചപ്പാത്തി കടയുണ്ട്. അവിടെ ചപ്പാത്തി, പൊറോട്ട, ആട്ട പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ചപ്പാത്തി, പൊറോട്ട, ആട്ട പൊറോട്ടയൊക്കെ. അപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ അവിടെ വിശാലമായിട്ടുള്ളൊരു ഷോപ്പാണ്. ഒരാളവിടെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ദാ നമ്മൾ ആട്ട പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ദാ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് വേറെ എവിടെയും പോകുന്നതൊന്നുമല്ല, കുറച്ച് സമയം ഇങ്ങനെ കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാത്രി ഇങ്ങനെ വണ്ടിയിൽ വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. ഇങ്ങനത്തെ വട്ട് കേസല്ല, അത് ഒരുതരം ഇഷ്ടമല്ല അല്ലേ ഓരോരുത്തർക്ക്. അതാ നമ്മളിങ്ങനെ വെറുതെ കറങ്ങാന്ന് കേട്ടോ. പിന്നെ ഇല്ലേ, നിങ്ങൾ എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിന് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ അതിൽ എന്താ പറയുക, ടാ 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 എന്ന് പറഞ്ഞിട്ട് പടക്കം പൊട്ടുന്നൊരു പ്രതീകമായിരിക്കും. കഴിഞ്ഞ വീഡിയോസെല്ലാം കണ്ടവരാണെങ്കിലും അതിൻ്റെ കമൻസൊക്കെ വായിച്ചവരാണെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. അതിൽ കുറച്ച് ടാ 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 എന്നുള്ള സംഭവം ഉണ്ടല്ലോ, നമ്മൾ സംസാരത്തിനിടയിൽ ഇങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ. അറിഞ്ഞുകൊണ്ട് ഇപ്പം വന്നു പോയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല, അറിയാണ്ടിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം വന്നു പോകുന്നതാണ്. അപ്പോൾ മാക്സിമം അത് ഈ ഒരു വീഡിയോയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ കേട്ടപ്പോൾ അതിലുണ്ട് ഇട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോക്കും വരുന്ന വീഡിയോസിനൊക്കെ ഇതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ ചുറ്റിയതിന് ശേഷം പിന്നെ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇശാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ട്ടാ പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മീനില്ലേ അതൊന്ന് പൊള്ളിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതാ അതിന് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പൊറോട്ടയില്ലേ അത് പാത്രത്തിലേക്ക് ആക്കി വെക്കലാണ് ട്ടാ. ആട്ട പൊറോട്ട വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ നോർമൽ പൊറോട്ട നല്ല അടിപൊളിയായിട്ട് കണ്ടപ്പോൾ പിന്നെ അതിലേക്ക് മാറാന്നിട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ പൊറോട്ടയൊക്കെ ഹോട്ട് പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി പെപ്പർ മയോണൈസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ അതൊരു ബോക്സിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് മാത്രം കൂവുന്നൊരു കോഴിയുണ്ട് ട്ടോ അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ ഡിസ്റ്റർബായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ ഇതാ മയോണൈസൊക്കെ റെഡിയാക്കുന്നതിനിടയിലായിട്ട് നമ്മൾ ഫിഷില്ലേ അത് ഒരു ഭാഗം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ഇതാ രാത്രി ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സലാഡിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഫുഡ് അധികമായിട്ട് കഴിക്കാതിരിക്കാനും പിന്നെ ദഹനത്തിനൊക്കെ നല്ല അടിപൊളിയാണ് ട്ടോ ഈ ഒരു സലാഡ് എപ്പോഴും കഴിക്കുകയെന്നുണ്ടെങ്കിൽ. പറ്റാവുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, ഉള്ളി, ചെറുനാരങ്ങ, ദാ ഇത് കസില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കുറേശ്ശെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെജിറ്റബിൾ ബാക്കി വരുന്നതില്ലേ അത് ഇതേപോലെ ക്ലിങ് റാപ്പ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ദാ ഞാൻ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സലാഡിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സലാഡിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ അതേപോലെ തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കസ് ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മീൻ പൊള്ളിച്ചത് മൊത്തത്തിലിടെ കുക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. പൊറോട്ടയും മുട്ടമാലയും മീൻ പൊള്ളിച്ചതും ഒക്കെ കൂടിയിട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഇല്ലേ നിങ്ങൾ ഇതുവരെ ഇതേപോലെ മീൻ പൊള്ളിച്ചത് റെഡിയാക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടേനും ആ ഒരു മീനും പിന്നെ അതേപോലെ തന്നെ ഇതിലിട്ടിരിക്കുന്ന വെജിറ്റബിളില്ലേ അതിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടേനും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആവോലിയോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പൊള്ളിച്ച് നോക്ക്, സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവരെന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻസ് ആയിട്ട് പറയുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.